2021 ടൗട്ടെ ചുഴലിക്കാറ്റ് വന്നതിന് ശേഷം അതിനു മുന്നേ ഇവിടെ ഓരോ വർഷവും കടൽ കയറുമ്പോഴേക്കും എല്ലാ വീടുകൾക്കും നാശനഷ്ടം സംഭവിക്കുകയും ഇവിടെയുള്ള ആളുകളെല്ലാം ഓരോ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുകയായിരുന്നു പതിവ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ നമ്മളുടെ KJ മാക്സി MLA, അതിലെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, റോഷി, അങ്ങനെ എല്ലാവരും മന്ത്രിമാര് ഇവിടെ ചെല്ലാനത്ത് വരികയും ചെല്ലാനത്തെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും ആദ്യം ചെല്ലാനം പഞ്ചായത്തിലെ ഈ ദുരിതം അനുഭവിക്കുന്ന ഈ കടൽ ക്ഷോഭത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന രീതിയിൽ തന്നെയായിരുന്നു അവര് ഈ കടൽ ഭിത്തി നിർമ്മാണത്തിന് 334 കോടി അനുവദിക്കുകയും അതിന്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 90% ആയി ഇപ്പൊ അതിന്റെ വർക്ക്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ അനുഭവിച്ച ആളുകൾ ഇപ്പോ വളരെ സന്തോഷമാണ്. കാരണം ഇപ്പൊ സമാധാനത്തോടു കൂടി ഓരോരുത്തരും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു. അല്ലെങ്കിൽ റഫ് സീസൺ ഒക്കെ വരുമ്പോഴേക്കും എല്ലാവരും ഭീതിയോടുകൂടിയാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റിയ കാര്യമാണ് ചെല്ലാനം ഹാർബർ. അത് 2007 അച്യുതാനന്ദ സർക്കാരാണ് ഇവിടെ ഹാർബറിന് കല്ലിടുകയും പിന്നെ അതിനുശേഷം അധികാരത്തിൽ വന്ന UDF വന്നിട്ട് ഇവിടെ ഡൊമിനിക് പ്രസന്റേഷനാണ് അന്നത്തെ MLA. അവര് ഇവിടെ ഒരു കല്ല് പോലും ഇടാതെ പിന്നെയും അധികാരത്തിൽ ഇടതുപക്ഷം വന്നപ്പോഴാണ് രണ്ടാമത് ഇവിടെ ഹാർബറിന്റെ വർക്ക് നടക്കുകയും തുടർച്ചയായിട്ട് KJ മാക്സി MLA വന്നതിന് ശേഷം നിരവധി പ്രവർത്തനങ്ങളാണ് ഹാർബറിൽ ചെയ്യുകയുണ്ടായത്. നേരത്തെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മത്സ്യത്തൊഴിലാളിക്ക് വള്ളത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി വിളിച്ച് അവർ ഫോർട്ട് കൊച്ചിയിൽ ചെന്നിട്ട് ശേഷമാണ് വള്ളത്തിൽ പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പൊ അങ്ങനെയല്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് തന്നെ സ്വന്തമായിട്ട് വള്ളവും വലയും 300-ൽ കൂടുതൽ വള്ളം തന്നെ ഈ ചെല്ലാനത്ത് ഉണ്ട്. അത് സ്വന്തമായിട്ട് വള്ളം എടുത്ത് ഇപ്പൊ ഒരുപാട് പേര് നല്ല വരുമാന മാർഗമാണ്. അതുകൂടാതെ തന്നെയാണ് ഇവിടെ ഈ ഹോട്ടലുകളായിട്ടും പല പല വരുമാനത്തിന്റെ പല മാർഗങ്ങളും ഈ ഹാർബർ വന്നതിന് ശേഷം ഒത്തിരി ആളുകളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ലൈഫ് മിഷന്റെ വീടുകൾ, ഒത്തിരി വീടുകൾ ഈ കടൽക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾ ലൈഫിൽ അപേക്ഷ വെച്ചിട്ടുള്ള 335ഓളം വീടുകൾ ഈ ചെല്ലാനം പഞ്ചായത്തിൽ ലൈഫ് മിഷനിലൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ചെയ്ത. അതിന് സർക്കാരിന് എല്ലാവിധ നന്ദിയും.